ചേട്ടൻ ഇങ്ങനെ അടിച്ചു വരിയുന്നാ മതിയാ, പോകുന്നും വേണ്ടേ? മറന്നുപോയ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞേ ആ പെണ്ണ് കാണാൻ പോണ്ടത്. കഴിഞ്ഞ ആഴ്ച പോയത് എനിക്ക് ഓർമ്മയില്ലട്ടോ. നിങ്ങൾ മാച്ചിലായിട്ടാ ഇത്, അതുപോലെ ഒന്നല്ല ഇതെന്തായാലും അയക്കൂ. നിങ്ങൾ മാച്ചിലായിട്ടെ ഇനി ഓള് മറ്റെല്ലാം അടിച്ചു വരിയാ മതി. അതതിന്റെ കൈക്ക്. ഓ ഇതാ, ഇത് ഞാൻ ഒന്ന് ചാർന്നിരിക്കാൻ വേണ്ടി നോക്കിയതേ. ചാർന്നിരിക്കാനോ? കിണറ്റും പടേന്റെ മുകളിൽ ഇരുന്നേരം ഒന്ന് ചാർന്നിരിക്കാൻ വേണ്ടി നോക്കിയതാ. അന്നേരം അപ്പാട് കിണറ്റില് വീണ്. ബാക്കി ചെറുങ്ങനെ പറ്റിയിട്ട്. ആകെ തന്നെ ഞാൻ നാളെ ഒരു പണി ചെയ്തിട്ടുള്ളേ. നീ ഓരോന്ന് ചെയ്തു നോക്കല്ലേട്ടാ. ആ എനിക്ക് നീന്താ അറിയുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വേഗം നോക്ക്, മാറ്റാൻ നോക്കിയോട്ടെ. ഞാൻ മാറ്റിയിട്ടില്ല. ആ വേഗം നോക്ക്. രാട്ടാ നിങ്ങളെ കാണുമ്പോ ഒരു 10 വയസ്സും കൂടി കുറഞ്ഞു കേട്ടാ. മുടിയും കൂടി ഒന്ന് കറപ്പിക്കണേലും കൂടുതൽ സൂചിപ്പിക്കുന്നതാണോ? നോക്ക്, വാ വാ ഏട്ടാ. ഞാൻ ചതാല് സൈക്കിളിൽ ഞാൻ മാറ്റണം കേട്ടാ. ഓളെല്ലാം തരുന്ന ഞാൻ ഇനി പൂട്ടിയെല്ലാം ആക്കണോ? എപ്പോ നോക്കിയാലേ എന്റെ വീട്ടിലാരോ വിധ വരുന്നുണ്ടല്ലോ. ഞാൻ പോട്ടെ എന്നാലേ. നമ്മളെ പ്രകാശന് പങ്ങക്കൊരു ആലോചന കൊണ്ട് അവിടെ വരുന്ന ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രകാശ, ഇതാ ഞാൻ പറഞ്ഞ ആള്. പ്രകാശ, പ്രകാശ, ഞാൻ നിന്നോട് എന്റെ പങ്ങക്കൊരു ഭർത്താവിനെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. എന്നിട്ട് നീ അച്ഛനെ കൊണ്ടുവരണം. നിങ്ങളുടെ പെണ്ണെ വയസ്സിന് കണക്കാക്കിയിട്ടാണല്ലേ ഉണ്ട്. ഞാനൊരു 45 50. ഇയാളാരാ? കണ്ണും കാണൂല, നടുവാണെങ്കിൽ പൊട്ടാനായി. കൂട്ടിട്ട് പോകുന്നുണ്ടായി ചവിട്ടി ഇറക്കണം. ഞാൻ അത് കളവനും ഒരു തോണ്ടനും അവന്റെ ഒരു സൈക്കിളും. ഓ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ എല്ലാ കഥകളും അറിയാം. നിങ്ങൾക്ക് എന്നെ പറ്റിയ നീ ഞാൻ തമ്മിൽ പ്രായത്തിന്റെ കുറെ അന്തരമുണ്ട്. നമുക്ക് ചിന്തിച്ചിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ പറ്റുമോ ഇല്ലയോ എന്നറിയാം. നീ എന്താന്ന് വെച്ചാൽ എടുക്കാനുള്ള വെച്ചാൽ എടുത്തോ. ഞാൻ പറ. നീ ആരെയാണോ പോകുന്നത്? ഞാൻ പോണോ? ചേട്ടന്ന് പോയിക്കൂടെ? ഒരു മിനിറ്റ് ചേട്ടാ. നേരത്തെ നീ പറഞ്ഞേ കളവരും തൊണ്ടലും നിന്റെ അച്ഛനും നിന്റെ അച്ചാച്ചൻ. പോട്ടടാ.